കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ബാംഗ്ലൂരിൽ ഊബർ ഓടാൻ വരുന്ന ആൾക്കാർ, ആദ്യമായിട്ട് വരുന്ന ആൾക്കാരും ഇവിടെ നിലവിലുള്ള ആൾക്കാരും എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് വാടക ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഊബർ ആപ്ലിക്കേഷനകത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വാടക ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുക. പക്ഷെ കിലോമീറ്ററിന് 10 രൂപ വെച്ചേ കിട്ടുള്ളൂ. അല്ലാതെ പുറത്ത് നിന്ന് എങ്ങനെ അറിയാം എന്ന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, അത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു ദിവസം നമുക്ക് എങ്ങനെ 5000 രൂപയ്ക്ക് ഓടാം എന്നുള്ള ട്രിക്കും കൂടെ പറഞ്ഞുതരാം. കാര്യം ഇപ്പൊ ഒരുപാട് വീഡിയോസ് യൂട്യൂബില് ഏകദേശം ആൾക്കാരും ഊബറിനെ കുറിച്ചും ഇവിടെ 5000 രൂപയ്ക്ക് ഓടാൻ സാധിക്കില്ല, ഇവിടെ പണ്ടത്തെ പോലെ പണിയില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത്. അത്യാവശ്യം ഇവിടെ പണിയുണ്ട്, വാടക കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ കൂട്ടി വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഊബറിന്റെ മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട്, വാടക കൂട്ടിയാണ്, ഡീസലിനും പെട്രോളിനും വില ഉള്ളതുകൊണ്ട് വാടക കൂട്ടിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം 5000 രൂപയ്ക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു ദിവസം 5000 രൂപയ്ക്ക് ഏൺ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ 4 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാം, ഉച്ചയ്ക്ക് 12 മണി വരെ ഡ്യൂട്ടിക്ക് ഇറങ്ങാം. ആ സമയങ്ങളിൽ പീക്ക് അവേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം സ്കൂള്, കോളേജ്, അതുപോലെ തന്നെ IT മേഖല എല്ലാം വർക്കിംഗ് ടൈമാണ്. പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് കിട്ടുക, ടൗൺ ഏരിയകളിലേക്ക് ട്രിപ്പ് കിട്ടും. അതുപോലെ തന്നെ ടൗണിൽ വന്ന് ഇറങ്ങിയ ട്രെയിനിലും ബസ്സിലും വന്ന് ഇറങ്ങിയ ആൾക്കാരിൽ നിന്ന് പുറത്തേക്കുള്ള ട്രിപ്പ് കിട്ടും. സമയം കുറവായിരിക്കും. രാവിലെ 4 മണി മുതൽ വേഗം ഓടിയെത്താം. പിന്നെ ഒരു 8 മണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ 8 മണി വരെ നല്ല സ്പീഡിൽ വേഗം പോയി ട്രിപ്പുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. 8 മണി കഴിഞ്ഞാൽ വാടക അങ്ങോട്ട് കൂടും, ടൈം കുറച്ച് എന്താവും, ജാസ്തിയാവും. അത് നോക്കേണ്ട ആവശ്യമില്ല, വാടക ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് ഓടാതിരിക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി തൊട്ട് സ്കൂൾ, കോളേജ് വിടുന്നതും IT മേഖലകളെല്ലാം വിടുന്നതും ആ ഒരു സമയത്താണ്. ആ സമയത്ത് അത്യാവശ്യം നല്ല പണി ഉണ്ടാവും, ബ്ലോക്കും ഉണ്ടാവും, അനുസരിച്ച് പണി, നല്ല വാടക ഉണ്ടാവും. ആ ഓട്ടം, ആ 2 സമയത്തുള്ള ഓട്ടം എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല പൈസയാവും. 5000 രൂപയുടെ ഏകദേശം 5000 രൂപ തന്നെ ആവും. പിന്നെ അതുപോലെ തന്നെ ട്രിപ്പ് എടുക്കുന്ന കാര്യം, അതായത് 400 രൂപയുടെ ട്രിപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂറിനകത്തുള്ള ട്രിപ്പ് എടുക്കാൻ ശ്രമിക്കുക. 1.5 മണിക്കൂറൊന്നും 400 രൂപയുടെ ട്രിപ്പ് എടുക്കാതിരിക്കുക. എടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ എന്നുള്ളത് 1.25 മണിക്കൂർ, 2 മണിക്കൂറിന്റെ അടുത്തേക്ക് പോകും, വാടക കൂടില്ല. അതുപോലെ തന്നെ 200 രൂപ ട്രിപ്പ്, 250 ട്രിപ്പൊക്കെ അരമണിക്കൂറിന്റെ ഉള്ളിൽ എടുക്കുക. അങ്ങനത്തെ ട്രിപ്പുകൾ നോക്കിയെടുക്കുക. 400ന്റെ മുകളിലോട്ട് 600 1.5 മണിക്കൂർ നേരത്തേക്ക്, 1.25 മണിക്കൂർ നേരത്തേക്ക് 600, 650 ഒക്കെ ഇട്ടാണെങ്കിൽ അതൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ അത്യാവശ്യം നല്ല ട്രിപ്പുകളാണ്. കാരണം വെച്ചാൽ ദൂരം കുറവും വാടക കൂടുതലായിരിക്കും. അങ്ങനത്തെ ട്രിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ വേഗം പൈസയാവും. അല്ലാതെ കാണുന്ന ട്രിപ്പുകൾ, വരുന്ന അടിയുന്ന ട്രിപ്പുകൾ എല്ലാം എടുക്കാൻ വേണ്ടി ശ്രമിക്കും. പുതുതായിട്ട് വരുന്ന ആൾക്കാർ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിനകത്ത് അബ്സെറ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരാൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കും, നമ്മൾ എടുക്കാതിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അബ്സെറ്റൻസി 100% ആയിരിക്കും. അത് കുറഞ്ഞ് വത്തോണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് ട്രിപ്പ് വരുന്നത് കുറയും. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതായത് ഈ ഉച്ച സമയങ്ങളിൽ 8 മണി തൊട്ട് പിന്നെ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി ഓടുന്ന ആ സമയം വരെ 8-9 മണി വരെ മാക്സിമം ട്രിപ്പ് നോക്കിയെടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നല്ല ട്രിപ്പ് നോക്കിയെടുക്കുക. അബ്സെറ്റൻസി കുറയുന്നുണ്ടെങ്കിൽ കുറഞ്ഞോട്ടെ. പിന്നെ രാത്രി അല്ലെങ്കിൽ രാവിലെ 4 മണി തൊട്ട് 8 മണി വരെ കിട്ടുന്ന എല്ലാ ട്രിപ്പും എടുക്കുക. ഒന്നും ഒഴിവാക്കാണ്ട് എല്ലാം എടുക്കുക. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ നോക്കി നല്ല ട്രിപ്പാണോ നോക്കിയെടുക്കുക. അബ്സെറ്റൻസി കുറഞ്ഞാൽ കുഴപ്പമില്ല, വീണ്ടും കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാം വരുന്ന ട്രിപ്പുകളെല്ലാം അപ്സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 8 കിലോമീറ്ററിന് ചിലപ്പോൾ 130 രൂപ ഉണ്ടാവുള്ളൂ. പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കിലോമീറ്റർ ഉണ്ടാവും. 12 കിലോമീറ്ററിന് 130 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, പൈസയും നഷ്ടത്തിലായിരിക്കും. പിന്നെ CNG, ഇപ്പം ഡീസലിന് വില കൂടുതലാണ്, CNGക്ക് വില കൂടുതലാണ്, പെട്രോളിന് വില കൂടുതലാണ് എന്ന് പറയുന്നു, വാടക കുറവാണെന്ന് പറയുന്നുണ്ട്. ഊബറിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, വാടക കൂട്ടുന്നുണ്ട്. അപ്പൊ അതിനുള്ള മെസ്സേജും കാര്യങ്ങളെല്ലാം കർണാടകയിലാണ്, അവരുടെ ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, വാടക കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ട്രിപ്പുകൾ നോക്കിയെടുക്കുക. മാക്സിമം ഊബർ ഗോ എടുക്കുകയാണെങ്കിൽ അനുസരിച്ച് ക്യാഷ് കിട്ടും. പിന്നെ നോൺ AC ആണെങ്കിൽ അത്യാവശ്യം നല്ല പണിയുള്ള സമയത്ത് നോൺ AC എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല വാടക കിട്ടും. പുറത്ത് നമ്മൾ ടൗണിലാണുള്ളതെങ്കിൽ നമ്മൾ നിൽക്കുന്ന ടൗണിൽ പണി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കാണ് പറഞ്ഞിരുന്നത്. പണി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാ ആപ്ലിക്കേഷൻ ഓണാക്കിയതിനു ശേഷം ഈ 3 ചിഹ്നങ്ങൾ, ആരോ ചിഹ്നം ഇവിടെ കാണാം, അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഈ
ഈ മാപ്പിലുള്ള റെഡ് കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും അത്യാവശ്യം നല്ല പണിയുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് കളർ മാറ്റം വരും. അത് മഞ്ഞ കളറിലേക്ക് മാറി, ചാര കളറിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവിടെയും പണിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറിലേക്ക് അങ്ങോട്ടേക്ക് മാറുന്നത് അത് പണി ഇല്ലാത്ത ഏരിയയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പണിയൊന്നും കിട്ടൂല. പിന്നെ നമ്മൾ കാലി ഓടേണ്ടി വരും, കുറച്ച് 10-15 കിലോമീറ്റർ കാലി ഓടേണ്ടി വരും ഒരു ട്രിപ്പ് അടിയാൻ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പിന്നെ ഏതെങ്കിലും ഉള്ള ഏരിയയിലാണ് ഉള്ളത്, ഈ മാപ്പിൽ പുറത്താനുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കുക. ഈ ഉദ്ദേശിച്ച കണക്ക് തന്നെ സെൻട്രലിലേക്കാണോ, ഇന്ദിരാനഗർ, കോറമംഗലാണോ, അതുപോലെ തന്നെ ബെല്ലന്തൂരാണോ, ജയനഗറാണോ, വെസ്റ്റ് ആണോ, എയർപോർട്ട് ഏരിയ ആണോ, വൈറ്റ് ഫീൽഡ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ട്രിപ്പ് എടുക്കുക. ആ പണിയുള്ള ഏരിയയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത പണിയിട്ട് അവിടുന്ന് അങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ എടുത്ത് കറങ്ങി തീരുമ്പോഴത്തേക്ക് 2-3 മണിക്കൂറാകുമ്പോഴത്തേക്ക് നല്ലൊരു പൈസയാവും. കാര്യം ആ സ്ഥലത്തൊക്കെ നല്ല ദൂരം കുറവും വാടക കൂടുതലായിരിക്കും റെഡ് കാണുന്ന സ്ഥലത്തൊക്കെ. പിന്നെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എയർപോർട്ടിൽ ആദ്യം കാണിക്കാം. നമുക്ക് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിലുള്ള വരുന്ന ഡ്രൈവർമാർ ഓട്ടോ എടുത്ത് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക എയർപോർട്ടിൽ എത്ര വാടക ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അതായത് നമ്മൾ ആദ്യം ഇവിടുത്തെ എയർപോർട്ട് ആപ്ലിക്കേഷനിൽ എയർപോർട്ടിൽ നിന്ന് ടച്ച് ചെയ്യും. മുകളിൽ എയർപോർട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. കാണുന്നില്ലേ? ഏർണിങ്സ് കാണിക്കുന്നുണ്ട്, കാറ്, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വാടക ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈവില് വാടക കൂടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഞാനിപ്പോ എയർപോർട്ടിലാണുള്ളത്. വാടക കൂടി വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ കാറ് ഇവിടെ ഒരുപാട് എത്ര വണ്ടികളുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ വരാണ്ടോ, അതാ 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങാണ്ട്. അത്യാവശ്യം നല്ല പണിയുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പണിയുണ്ടോ, റിയലായിട്ട് പണിയുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കാര്യം ഈ പറയുന്ന കാര്യം ഇവിടെ നിലവിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കും പിന്നെ ഇവിടെ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കും അറിയില്ല. ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ടിപ്പ്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബറിന്റെ ബുക്ക് ചെയ്യുന്ന ഊബർ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക. അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് ഓക്കെ ആക്കിയിടുക. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ട്രിപ്പ് വിളിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട ശേഷം എയർപോർട്ടിൽ ഉള്ള സമയത്ത് നമ്മുടെ പിക്കപ്പ് പോയിന്റ് ടെർമിനൽ 1 ടെർമിനൽ 2 അടിച്ചു കൊടുക്കുക. മുകളിൽ അടിച്ചു കൊടുക്കുക. തൊട്ട് താഴത്തേല് നമുക്കറിയാവുന്ന ഒരു സ്ഥലം. ഇപ്പൊ ഉദാഹരണം നമ്മൾ പി ജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പി ജിയുടെ സ്ഥലം അടിച്ചു കൊടുക്കുക. അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ 45 കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് ഞാൻ അടിക്കുന്നത്. ടെർമിനൽ 1 നിന്ന് ₹1226 45 കിലോമീറ്ററിന് ഊബർ ഗോ എസിക്ക് ഉണ്ട്. പ്രീമിയറിന് അതുപോലെ ബാക്കിയുള്ളത് കൂടി വരും. ഏറ്റവും കുറവ് പിന്നെ ഗോയ്ക്കാണ്, വേഗനാറിനാണ്. അപ്പൊ 1226 ഇപ്പോൾ ഉള്ളത്. വാടക കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. 1226 കിട്ടും 45 കിലോമീറ്റർ പോയാൽ. പക്ഷെ ഇവിടെ നിന്നിട്ട് പുറത്തുനിന്ന് എയർപോർട്ടിന്റെ പരിസരത്ത് നിന്ന് പുറത്തേക്ക് വലിയ ഓട്ടം കിട്ടില്ല. കുറച്ച് ദൂരം 10 കിലോമീറ്റർ കാലടിച്ച് പോയാലേ ഓട്ടം കിട്ടുള്ളൂ. അപ്പൊ 1226 ഇവിടെ നിന്ന് എടുത്തു പോകുന്നതിന് നഷ്ടമല്ല. ടൗണിൽ ചെല്ലുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ കിട്ടി പണിയാവും. അപ്പൊ ഇതാണ് നമ്മുടെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊബർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടതിന് ശേഷം അതിനകത്ത് നമ്മളെ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് പിക്കപ്പ് പോയിന്റ് ടെർമിനൽ 1 ടെർമിനൽ 2 കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട 50 കിലോമീറ്റർ ആണെങ്കിൽ 50 കിലോമീറ്റർ, 60 ആണെങ്കിൽ 60, അത്ര കിലോമീറ്ററിന്റെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അതിനകത്തേക്ക് ആ സ്ഥലപ്പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 50 കിലോമീറ്ററിന് എത്ര രൂപ ഊബർ നമുക്ക് വാടക തരും. അതായത് ടോള് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ എത്ര നമുക്ക് വാടക തരും എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് അറിയാൻ സാധിക്കും. പിന്നെ എയർപോർട്ടിൽ തീരെ വാടക ഇല്ലാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഊബറിന്റെ ആപ്ലിക്കേഷനകത്ത് നോക്കി എയർപോർട്ടിൽ വാടകയില്ല, അതുപോലെ തന്നെ നമ്മുടെ ഊബർ ഡ്രൈവിലും നോക്കി വാടകയില്ലാത്തൊരു സാഹചര്യം എന്ത് ചെയ്യും? അത്ര നേരം നമ്മുടെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ? ഒരു ഓട്ടം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? പിന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും. ഒരുപാട് വണ്ടികൾ എയർപോർട്ടിൽ ക്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് എയർപോർട്ടിൽ നിന്ന് തൊട്ടിപ്പുറത്ത് ബേഗൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഒരു ഏരിയ വഴി നേരെ ടൗണിലേക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അതുവഴി കയറി പോവുകയാണെങ്കിൽ നമ്മളെ റൂമിന്റെ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഇടുക. അതുപോലെ തന്നെ ഫോണിനകത്ത് മാപ്പിന്റെ സൈഡിൽ തന്നെ അവോയ്ഡ് ടോള് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടോള് കൊടുത്ത് പോവാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കയറി പോകാൻ സാധിക്കും. ആ പോകുന്ന പോക്കെ നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് അടിക്കും. ഒരു 5-6 കിലോമീറ്റർ കാലി ഓടേണ്ടി വരും. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് അടിക്കും. പിന്നെ എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ പണി ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഈ 4 ദിവസമാണ് അത്യാവശ്യം എയർപോർട്ടിൽ നല്ല ഏണിങ്സ് കിട്ടുക. അതായത് ഈ പറയുന്ന 50 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ 2000 രൂപയോട് അടുപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മാത്രം കൂലി കിട്ടും. ഒറ്റ ട്രിപ്പിന്റെ മുകളിൽ എന്തായാലും 1600 1700 നമുക്ക് കിട്ടും.
അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ടൗണിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന കസ്റ്റമർ ഉണ്ടാവും. അപ്പൊ അവരെ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇവിടുന്ന് ആ സമയത്ത് വാടക കുറവായിരിക്കും. 8 മണി 9 മണിക്ക് ശേഷം മാത്രമേ എയർപോർട്ടിൽ വാടക ഉണ്ടാവുള്ളൂ. പിന്നെ ശനിയും ഞായറും അത്യാവശ്യം നല്ല വാടകയായിരിക്കും. എയർപോർട്ടിൽ നിന്ന് തന്നെ ട്രിപ്പ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഒരു 3-4 ട്രിപ്പ് ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന 3000 രൂപന്റെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ടാവും 3 ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്ക്. അങ്ങോട്ടേക്ക് മാത്രം വൺ സൈഡ് മാത്രം 3 ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്ക് 3000 രൂപ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞായറാഴ്ചയും പണി ഉണ്ടാവും. അതുപോലെ തന്നെ തിങ്കളാഴ്ച വരുന്ന ആൾക്കാരെ പണി എയർപോർട്ടിൽ നിന്ന് എടുത്ത് ടൗണിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും. അത്യാവശ്യം പണി ഉണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരമൊക്കെ ടൗൺ ഏരിയകളിൽ അത്യാവശ്യം നല്ല പണിയുള്ള സമയമായിരിക്കും. കാര്യം ആ ദിവസം വെള്ളിയാഴ്ച ദിവസം മുതൽ എല്ലാവരും പബ്ബ് കാര്യങ്ങളൊക്കെ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്താ പറയാ, സ്വന്തം കാർ എടുക്കാതെ ടാക്സി കാറാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക. അങ്ങനെ ടാക്സി കാർ ചൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഉപകാരമാണ്. അധികം ഗോയാണ്, നമ്മുടെ വേഗനാറാണ് അധികം അവർ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വാടക ഉണ്ടാവും. എല്ലാം ഒരുപാട് ആൾക്കാർ ഒരേ സമയത്ത് ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാടക കൂടും. അപ്പൊ അതേപോലെ അത്യാവശ്യം നല്ല വാടക ഉണ്ടാവും. വെള്ളി ശനി ഞായർ ഈ 3 ദിവസം അത്യാവശ്യം നല്ല വാടകയായിരിക്കും ടൗണില്. അതുപോലെ തന്നെ എയർപോർട്ടിൽ അതുപോലെ നല്ല വാടകയായിരിക്കും. അധികം എയർപോർട്ട് ട്രിപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഒറ്റ ട്രിപ്പിൽ തന്നെ അത്യാവശ്യം നല്ല വാടക ഉണ്ടാവും. മറ്റേതൊരു 3, 4, 5 ട്രിപ്പ് എടുക്കണം, മടി വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല്, ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാല് കണ്ടിന്യൂ 2-3 മാസം കണ്ടിന്യൂ റൂമില്ലാതെ, PG-യോ റൂമോ ഒന്നുമില്ലാതെ വണ്ടിയിൽ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ആ പരിപാടി ഒഴിവാക്കുക. 2 മാസം ഒന്നും ഒരിക്കലും വണ്ടിയിൽ തന്നെ കിടക്കാൻ ശ്രമിക്കരുത്. കാര്യം മാസം നാട്ടിൽ പോവുകയാണെങ്കിൽ മാത്രം PG ഒഴിവാക്കിയിട്ട് വണ്ടിയിൽ തന്നെ കിടക്കുക. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വേറൊന്നുമല്ല. ഒരു മാസത്തേക്ക് നമുക്ക് എങ്ങനെയായാലും PG-ന്റെ പേരിൽ നമുക്ക് ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ് നമുക്ക് ലാഭം കിട്ടുക. ഒരു PG എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ദിവസവും ആ റൂമിൽ, PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു റൂമാണ്. പല ആൾക്കാരുണ്ടാവും. അല്ലെ നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാർ, നമ്മൾ കയറി ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും വേറൊരാൾ വരിക. പക്ഷെ മദ്യപാനം, സിഗരറ്റ് വലി അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ റൂമിലുണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വാട്ടർ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. കിടന്ന് ഉറങ്ങാൻ പോലും പറ്റൂല. കിടക്കുന്ന റൂമിൽ നിന്നൊക്കെ സിഗരറ്റൊക്കെ വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ബെഡിലൊക്കെ പൊടി തട്ടിയിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ശരീരത്തിനൊക്കെ ഭയങ്കര ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത്യാവശ്യം നല്ല എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മലയാളീസിന്റെ നല്ല PG ഒക്കെ എടുക്കുക. ഇവിടെ കിടക്കുന്ന ബംഗാളിന്റെ അവന്മാരെയൊന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഒരു മാസത്തേക്ക് മാസം നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങുക. 5000 രൂപ നിങ്ങൾക്ക് അതിനകത്ത് ലാഭം കിട്ടും. പിന്നെ 24 മണിക്കൂറും നമ്മൾ വണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണ്. കാര്യം നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ആ റൂമിന്റെ ആ പരിസരത്തേക്ക് എത്തണമെന്നില്ല. ഒരു 50 കിലോമീറ്റർ 40 കിലോമീറ്റർ അപ്പുറത്തേക്കായിരിക്കും നമ്മൾ എത്തുക. പിന്നെ ഈ റൂമിന്റെ അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ടാലും നമുക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തണമെന്നില്ല. അപ്പൊ നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തായിരിക്കും കിടക്കുക. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ 15 ദിവസമോ 12 ദിവസമോ നമ്മൾ റൂമിൽ എത്തുള്ളൂ. കാര്യം പിന്നെ ആ സമയത്ത് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ പുറത്ത് പബ്ലിക് ടോയ്ലറ്റിൽ എയർപോർട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ കുളിക്കുന്നതും പിന്നെ ബാത്റൂമിൽ പോക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തായിരിക്കും. നമ്മളെ റൂമിൽ നമ്മൾ എത്തൂല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂമിൽ ഈ 12 ദിവസം നിന്നതിന് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 5000 രൂപ വാടക കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നാട്ടിൽ പോവുകയാണെങ്കിൽ ആകെ 12 ദിവസം നിന്നിട്ടുണ്ടാവും, 40-45 ദിവസത്തെ വാടകയും കൊടുക്കേണ്ടി വരും. പിന്നെ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു മാസം നിൽക്കുക. നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ പറ്റുന്നതാണെങ്കിൽ 1000-1500 രൂപയ്ക്കകത്ത് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നാട്ടിൽ പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാസം എന്ത് ചെയ്യുക, ഒരു 3000 രൂപ മുടക്കി നാട്ടിൽ പോയിട്ട് വരിക. അതായത് ഒരു 10-25 ദിവസം ഇവിടെ നിൽക്കുക. 1-2 നാട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചു കയറി വരിക. നമ്മളിവിടെ നിൽക്കുന്നതിന് ഒരു ദിവസം 3000 രൂപ നമുക്ക് ഇവിടുന്ന് ശമ്പളമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാര്യം പണിയെടുക്കാൻ മനസ്സുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലാത്തവർക്കാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. മടിയുണ്ട്, പിന്നെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ മദ്യപാനം, പുകവലി, പിന്നെ വേറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളെ കേരളത്തിലെ പോലെ എല്ലാ സാധനവും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല. എല്ലാ കടകളിലും എല്ലാതും കിട്ടും. അപ്പൊ അങ്ങനെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സമ്പാദിക്കാൻ സാധിക്കില്ല. ദുശീലങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ല. എന്തുണ്ടെങ്കിലും അത് മാറ്റി വെച്ചുകൊണ്ട് സമ്പാദിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം സമ്പാദിക്കാം. നമ്മുടെ ടൈം ഇവിടെ വേസ്റ്റ് ചെയ്യാതിരിക്കാം. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മെയിനായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത് നമ്മുടെ സമയമാണ്. നമ്മുടെ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 4 മണി തൊട്ട് 12 മണി, ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നേ പോയ വാടക നമുക്ക് കിട്ടൂല. ആ വാടക നമുക്ക് കിട്ടില്ല. പിന്നെ വാടക കുറഞ്ഞു പോയി. കാര്യം 10 കിലോമീറ്ററിന് നമുക്ക് 400 രൂപ 450 രൂപ കിട്ടിയ സ്ഥാനത്ത് ഇവിടെ 10 കിലോമീറ്റർ പോയാൽ 130 രൂപ 150 രൂപ കിട്ടുള്ളൂ. കാര്യം മാറ്റം വന്നു. കാര്യം ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ വൈകുന്നേരം 4 മണി തൊട്ട് ഒരു 8 മണി 7 മണി വരെ
മാക്സിമം ഓടുക, ടൈം വേസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ കയറാതിരിക്കുക, ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കാതിരിക്കുക. ആ ഒരു ടൈമൊക്കെ ഒന്ന് പ്രത്യേകം മാറ്റി വെച്ചിട്ട് വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുക. മാക്സിമം ഈ സമയത്ത് നമ്മൾ ഓടുക, പൈസ ഉണ്ടാക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ഇനി അടുത്ത ദിവസം വരാം. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. കാര്യം ഇവിടെ നിന്നാലുള്ള ഗുണങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടെ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം.